ഇന്ന് പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഈ ഒരു വഴിയൂടെ പോകുമായിരുന്നു. പെട്ടെന്ന് ഞാൻ തീരെ കാണാൻ പറ്റാത്ത ഒരു കാഴ്ച കണ്ടു. മാരകായുധം, അതും ഒരു കല്ലിൻ്റെ അവിടെ. ഇതിവിടുത്തെ ലീഗോ എന്നുള്ളൊരു ടോയ് ഉണ്ട്. അപ്പോൾ ടോയുടെ ഒരു കത്തി വടിവാൾ പോലത്തെ സാധനമാണ്. അത് എവിടെ നിന്ന് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിയുടെ അടുത്തുള്ളൊരു ശ്വാസമെന്നാണ്. ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു അത്. അത് മിക്കവാറും തൊട്ടപ്പുറത്തെ വീട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങുന്നതാവും ചിലപ്പോൾ. അപ്പോൾ ചിലപ്പോൾ ആ കല്ലിൻ്റെ മുകളിൽ കറക്റ്റ് പതിച്ചു. അതൊരു മാരകമായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അവരുടെ വക. എന്തായാലും എൻ്റെ ഒരു തമാശ. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ഈവനിങ് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോണ ഒരു ഫീലാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടുത്തെ പാലൊക്കെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. നല്ല അടിപൊളിയായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തേക്കണേ. നമ്മുടെ നാട്ടിലത്തെ പോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇവിടുത്തെ എൻജിനീയറിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു പാലം ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഈ ഒരു കാണുന്ന ബിൽഡിങ്ങിന് ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. നമ്മുടെ തൊട്ട അയൽ നഗരമല്ല, അയൽ ഗ്രാമമല്ല, കുറച്ച് നീങ്ങിയിട്ട് ഒരു യുദ്ധമൊക്കെ നടക്കണ സമയത്ത് യുദ്ധം നടന്നിരുന്ന സ്ഥലത്ത് അവിടുത്തെ ആൾക്കാരനെ താമസിപ്പിക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ്. എനിക്ക് എവിടെ നിന്നാണ് ഈ ന്യൂസൊക്കെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ്. സോ ആ കാണുന്ന ബിൽഡിങ് അവർക്കുള്ള സ്ഥലമാണ്. സോ ജർമ്മനിയിൽ ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നടക്കണ വഴിപ്പാതയിലൂടെ നടന്നപ്പോൾ ഇവിടുത്തെ ഒരു വീട് മുറ്റത്ത് കണ്ട കാഴ്ചകളാണ്. കല്ല് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആർട്ട് കണ്ടോ, ഏതൊരു കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജർമ്മനിലാണ് എഴുതി വെച്ചേക്കണേ, കണ്ടോ. പിന്നെ ഇവിടെ ഫുൾ അലങ്കൃതമായ അലങ്കാരങ്ങൾ, കല്ലുമ്മ പെയിൻ്റൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേകതരം ഇതാണ്. പുതിയ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ കണ്ടോ, ഈ കാണുന്ന സാധനം വരെ ഇവിടെ കളക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേകതരം ഗാർഡനാണ്. ഇതേപോലെ എല്ലായിടത്തും കാണാൻ പറ്റില്ല. ഇത് കാണണമെങ്കിൽ നിങ്ങൾ ക്ലീവ് എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തിൽ തന്നെ വരണം. ഈ ഗ്രാമത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ക്ലീവ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഗ്രാമം എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടാണ്? നോ, ക്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു ഗ്രാമമാണ്.